സൗത്ത് ഇന്ത്യൻ സ്പെഷ്യലായിട്ടുള്ള ലെമൺ റൈസ് അഥവാ നാരങ്ങാച്ചോറ്. ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത് കുറവാണെങ്കിലും തമിഴ്നാട്, കർണാടക, ആന്ധ്രയിലൊക്കെ ഇത് പല പേരുകളിൽ ഫേമസ് ആണ്. ഇതൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടെയാണ്. ലെമൺ റൈസ് ഉണ്ടാക്കുമ്പോൾ സാധാരണ ഒരു കയ്പ് രുചി വരുന്നു എന്ന് എല്ലാവരും പറയാറുണ്ട്. അത് ഒഴിവാക്കാനുള്ള കുറേ ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി നമുക്ക് ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം. പച്ചരിയോ ബസ്മതി അരിയോ അല്ലെങ്കിൽ പുഴുങ്ങലരി അല്ലെങ്കിൽ സോന മസൂരി, കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ. ഞാൻ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് കൈമ അരിയാണ്, അഥവാ ജീരകശാല അരി. വടക്കൻ കേരളത്തിലേക്ക് ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന റൈസാണിത്. പക്ഷെ ഇത് ലെമൺ റൈസിന് വേണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ അത് കൊടുക്കും. 1 കപ്പ് കൈമ അരി ഉപ്പ് ചേർത്ത് പെർഫെക്റ്റ് ആയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. 1 കപ്പ് കൈമ അരി എടുത്തു കഴിഞ്ഞാൽ 2 മുതൽ 3 പേർക്ക് വരെ സുഖമായിട്ട് കഴിക്കാനുള്ള ലെമൺ റൈസ് ഉണ്ടാക്കാം നമുക്ക്. ഇനി കുക്കിംഗ് തുടങ്ങാം നമുക്ക്. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ തന്നെ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. ചൂടൊന്ന് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് ലൈറ്റ്ലി സോട്ടേ ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1/4 കപ്പോളം വറുത്ത നിലക്കടലയും 8 മുതൽ 10 കാഷ്യൂ നട്ട്സും ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഓപ്ഷണലാണ് കേട്ടോ, പക്ഷെ നിലക്കടല എന്തായാലും ചേർത്തോളൂ. വറുത്തത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റെസിപ്പിയിലേക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെ നിറം ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഇതായിപ്പോൾ നമ്മളിപ്പോൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് കടലപ്പരിപ്പും കാഷ്യൂനട്ടും നിലക്കടലയും ഒക്കെ ഒരു ലൈറ്റ് ബ്രൗണിഷ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ചേർക്കുന്നത് ഒരു 3 മീഡിയം സ്പൈസി ആയിട്ടുള്ള പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഒരു 3 മുതൽ 4 വരെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ചെറുതായതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തത്. പിന്നെ കറി ലീവ്സ് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഒരു 10-15 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ തീ ഒന്ന് ഓഫാക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിരുന്നാലും മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ കായത്തിൻ്റെ പൊടി. ആ ഒരു ചൂട് മതി കായത്തിൻ്റെ പൊടിക്കും മഞ്ഞൾപ്പൊടിക്കും ഒന്ന് പാകാവാൻ. നല്ല ചൂടുള്ളപ്പോൾ നമ്മളിത് ചേർത്ത് കൊടുത്താൽ അത് പെട്ടെന്ന് അങ്ങ് പാകായി കരിഞ്ഞു പോകാനും അതുവഴി അതിന് കയ്പ് രുചി വരാനും സാധ്യതയുണ്ട്. കയ്പ് രുചി വരാതെ നോക്കാനുള്ള ഒന്നാമത്തെ ടിപ്പാണ് ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം. ഞാൻ കൈമ അരി വേവിച്ചപ്പോൾ അതിൽ പാകത്തിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ഈ ലെഫ്റ്റ് ഓവർ റൈസാണ്, ഉപ്പിടാത്ത അരിയാണ്, അല്ലെങ്കിൽ തലേ ദിവസത്തെ ചോറാണ് കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ, അതിൽ ഉപ്പിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പൊടിയുപ്പ് തന്നെ ചേർത്ത് കൊടുത്തോളൂ, എന്നാലേ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് അതിൽ ചേർക്കാൻ പറ്റുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറൊന്നും കട്ട പിടിച്ച് കിടക്കാത്ത വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലെമൺ റൈസിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണ്ടേ. ഇവിടെയാണ് പലർക്കും അബദ്ധം പറ്റുക. ഇങ്ങനത്തെ 3 അബദ്ധങ്ങളും അത് പരിഹരിക്കാനുള്ള 3 ടിപ്സുമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ പല റെസിപ്പിക്കും ചെറുനാരങ്ങ സെലക്ട് ചെയ്യുമ്പോൾ അത് പച്ചയാണോ പഴുത്തതാണോ എന്ന് നോക്കാറില്ല അല്ലേ. പക്ഷെ ഇവിടെ അത് നോക്കണം. ഈ പച്ച നിറമുള്ള ചെറുനാരങ്ങ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും കയ്പ് രുചി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് പകരം ലെമൺ റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പഴുത്ത ചെറുനാരങ്ങ തന്നെ യൂസ് ചെയ്യാം. പലപ്പോഴും നാരങ്ങ പിഴിയുമ്പോൾ നമ്മൾ വടിച്ചൊക്കെ എടുക്കാറുണ്ട്, അത് പൂർണ്ണമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ചെയ്യാതിരിക്കാം. ജെന്റിലായിട്ട് മാത്രം സ്ക്വീസ് ചെയ്തെടുക്കാം. നാരങ്ങാ നീര് ചേർക്കുന്നത് തീ ഓഫാക്കി ചോറ് ചേർത്തതിന് ശേഷം മാത്രം ചെയ്യാം. ചൂട് തട്ടിക്കഴിഞ്ഞാൽ നാരങ്ങാ നീരിന് കയ്പ് രുചി വരും. നാരങ്ങാ നീര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തത് കേട്ടോ. വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമുക്ക് കാണുമ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ മഞ്ഞ നിറം വേണമെന്ന് വിചാരിച്ച് മഞ്ഞൾപ്പൊടി ഒരുപാട് യൂസ് ചെയ്യാൻ പാടില്ല. 1/2 ടീസ്പൂൺ മാത്രം മതി ഈ ഒരു റെസിപ്പിക്ക്. ഗ്രാജ്വലി അതിന് നല്ല മഞ്ഞ നിറം വന്നോളൂ. മഞ്ഞൾപ്പൊടി അധികമായാലും കുറെ നേരം കഴിയുമ്പോൾ ഇതിനൊരു കയ്പ്പ് രുചി വരും. കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഓപ്ഷണലാണ് കേട്ടോ, പക്ഷെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ലെമൺ റൈസിന് ഇത് ചേർത്താൽ. മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെമൺ റൈസ് റെഡിയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത തവണ ലെമൺ റൈസ് ഉണ്ടാക്കൂ കേട്ടോ. കയ്പ്പ് രുചി വരില്ല. ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനും നിങ്ങൾക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാനും പറ്റിയൊരു ബെസ്റ്റ് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ, കമൻറ്റിൽ ഇട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.